ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണോ? എന്തൊക്കെ വീട്ടിൽ മേടിച്ചാലും പ്രോൺസ് എന്ന് പറഞ്ഞാൽ ജീവനായിട്ടുള്ള ഒരാളുണ്ട് ഇവിടെ. അതിപ്പോൾ ആരാന്നാവൂലേ? ആരാപ്പോ? റോസു തന്നെ. റോസുടെ ഫേവറേറ്റ് ആണ് പ്രോൺസ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പ്രോൺസ് മേടിക്കാറുണ്ട്. പ്രോൺസ് മേടിച്ചാലൊക്കെ ഒന്നില്ലെങ്കിൽ കുടംപുളി ഇട്ടിട്ട് കറി വെക്കും, അതല്ലെങ്കിൽ സാധാരണ മീൻ പൊരിക്കണ പോലെ പൊരിക്കും, അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്യും. ഇന്ന് അതിനൊക്കെ വ്യത്യാസമായിട്ട് നമ്മൾ ഇന്നൊരു അടിപൊളി ബട്ടർ ഗാർലിക് പ്രോൺസ് ആണ് ഉണ്ടാക്കാൻ പോണത്. പേര് കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്നൊക്കെ തോന്നും, പക്ഷെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ പ്രോൺസ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു മീഡിയം വലിപ്പമുള്ള പ്രോൺസാണ് എടുത്തിട്ടുള്ളത്. പ്രോൺസിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുക്കിലൊരു കോഡ് പോലൊരു സംഭവം ഉണ്ടാവും. അത് പ്രോൺസിൻ്റെ വേസ്റ്റ് ആണ്, അത് എടുത്ത് കളയാൻ മറക്കരുത്. ഇനി വേണ്ടത് 1 കുടം വെളുത്തുള്ളി, ഇതാ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്. സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് ഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്. ഒരു 4-5 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്. പിന്നെ സ്പ്രിംഗ് ഒനിയൻ ലാസ്റ്റ് നമുക്ക് കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളകിൻ്റെ പൊടി, പിന്നെ കുറച്ച് ഉണക്കമുളക് ചതച്ചത്. നമ്മൾ ഇതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി അങ്ങനെ ഒന്നും ചേർക്കില്ല കേട്ടോ. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് കുറച്ച് ബട്ടർ ചേർക്കാം. ബട്ടർ ഗാർലിക് പ്രോൺ ആണല്ലോ, അതുകൊണ്ട് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ബട്ടറും ഗാർലിക്കുമാണ്. ബട്ടർ ഒന്ന് ചൂടായി മെൽട്ടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമണക്കൊന്ന് പോണ വരെ നമുക്ക് ഈ ബട്ടറിലിട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തിട്ട് എടുക്കണം. ബട്ടറിൽ കിടന്നിട്ട് ഈ വെളുത്തുള്ളി നന്നായി മൂത്ത് വരുമ്പോൾ നല്ല അടിപൊളി ഒരു സ്മെല്ല് വരും. അങ്ങനെ ആ സ്മെല്ല് വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും അതേപോലെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് ഭാഗവും കൂടെ ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ആ പച്ചമുളകിൻ്റെയും അതുപോലെ ആ സ്പ്രിംഗ് ഒനിയൻ്റെ ഒക്കെ ഒരു റോ ടേസ്റ്റ് മാറുന്ന വരെ ഒന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കാം. ഇപ്പം ബട്ടറിൽ കിടന്നിട്ട് എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള പൊടികൾ ചേർക്കാം. ആദ്യം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, പിന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള മുളക്. നമ്മളിതിൽ ഓൾറെഡി കുറച്ച് പച്ചമുളക് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും എരിവിൻ്റെ പാകത്തിനനുസരിച്ച് ഇട്ടാൽ മതി. ഉണക്കമുളകും അതുപോലെ തന്നെ കുരുമുളകിൻ്റെ പൊടിയും. ഇത്ര മാത്രമാണ് നമ്മൾ ഇതിൽ മസാലയായിട്ട് ചേർക്കണുള്ളൂ. ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ പൊടികളൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുള്ള പ്രോൺസ് ചേർക്കാം. ഇനി ഈ മസാലയും ഈ പ്രോൺസും കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിങ്ങനെ ഇളക്കി യോജിപ്പിക്കുമ്പോൾ തോന്നും ഇതിൽ മസാലയൊക്കെ കുറവാണല്ലോ, ഇതെങ്ങനെ ടേസ്റ്റ് ഉണ്ടാവുമോ? അങ്ങനെ പല സംശയങ്ങളും ഉണ്ടാവും. എനിക്കുണ്ടായിരുന്നു ഇതുപോലെയുള്ള സംശയങ്ങളൊക്കെ. പക്ഷെ ഒരു സംശയം വേണ്ട, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് മസാല കുറവ് പോലെ തോന്നും. ഈ പ്രോൺസ് ഒക്കെ വെന്ത് കഴിഞ്ഞ് ഇതിലെ മസാലയൊക്കെ ഇതിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ എൻഡ് റിസൾട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ചേർത്ത മസാലയൊക്കെ കറക്റ്റ് പരുവായിരുന്നു എന്ന്. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തിട്ട് എടുക്കാൻ. നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ പ്രോൺസിലുള്ള വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നതായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ പ്രോൺസ് വേവാൻ വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ വെള്ളത്തിൽ തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. പ്രോൺസ് വേവണ വരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പോ എരിവൊക്കെ പാകമാണോ എന്ന് നോക്കിയിട്ട് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ആവശ്യത്തിന് കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ചേർക്കാം. ഞാനിവിടെ ചേർത്തിട്ടുള്ള ഉപ്പും എരിവും ഒക്കെ പാകമാണ്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൽ വെള്ളം വറ്റി കിട്ടും. ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം വറ്റി കിട്ടാൻ താമസവും, അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോൺസ് റബ്ബർ ടെക്സ്ചറായി മാറും. പ്രോൺസ്, സ്ക്വിഡ് പോലുള്ളതൊക്കെ എപ്പോഴും സോഫ്റ്റ് ആയിട്ടിരുന്നാലാണ് ടേസ്റ്റ്. ഇപ്പോൾ ഇതാ നമ്മുടെ പ്രോൺസിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് ആ മസാലയൊക്കെ പ്രോൺസിൽ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ ഭാഗം ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മളെ ബട്ടർ ഗാർലിക് പ്രോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനിത് റോസുവിന് ഇഷ്ടപ്പെടില്ല എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എൻ്റെ പ്രതീക്ഷയൊക്കെ തെറ്റി. റോസുവിന് ഇത് നല്ല ഇഷ്ടമായിരുന്നു. നെക്സ്റ്റ് ടൈം പ്രോൺസ് മേടിക്കുമ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി കൊടുക്കാനാണ് ഓർഡർ. റോസുവിന് മാത്രമല്ല കേട്ടോ, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇനി പ്രോൺസ് കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.